ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്നത് ഡെക്കാൻ പീഠഭൂമിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഉപദ്വീപീയ പീഠഭൂമി അല്ലേ. അപ്പോൾ ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗം അറിയപ്പെടുന്നത് ഡെക്കാൻ പീഠഭൂമിയായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഡെക്കാൻ പീഠഭൂമിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം. ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ്. കറുത്ത മണ്ണ് അല്ലെങ്കിൽ എന്താണ്, ലാവ, തണുത്തുറഞ്ഞ മണ്ണിനെയാണ് കറുത്ത മണ്ണ് എന്ന് പറയുന്നത്. ഈ മണ്ണ് ആണ് ഇവിടുത്തെ പ്രധാന മണ്ണ്. നർമ്മദാ നദിക്ക് തെക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. വടക്ക് സത്പുര, തെക്ക് കന്യാകുമാരി. വടക്ക് കിഴക്ക് ഭാഗത്ത് മൈക്കലാ നിരകൾ, മഹാദേവ കുന്നുകൾ, ഖൈമൂർ കുന്നുകൾ. പടിഞ്ഞാറ് ഭാഗത്ത് സഹ്യാദ്രി, നീലഗിരി, ആനമലൈ, കാർഡമം ഹിൽസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തെടുക്കുക. ഡെക്കാൻ പീഠഭൂമിയാണ് പറയുന്നത്. ഞാനൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക്. അതിനെ കുറിച്ചൊരു മനസ്സിലൊരു ചിത്രം വരാൻ വേണ്ടിയിട്ടാണ് പിക്ചർ കൊടുത്തത്. അതിൽ ഡെക്കാൻ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത് കണ്ടോ, ഡെക്കാൻ പ്ലാറ്റ്യൂ. ഇതിനെയാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്, ഈ ഒരു ഭാഗത്തെ. ഓക്കെ, അപ്പൊ ഈ ഡെക്കാൻ പ്ലാറ്റ്യൂ അല്ലെങ്കിൽ ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ് അല്ലെ നമ്മൾ പറഞ്ഞു, തെക്ക് ഭാഗത്ത് എന്ന് പറഞ്ഞു. നെക്സ്റ്റ്, ഈ ഒരു ഭാഗത്തുള്ള മണ്ണിനം എന്ന് പറയുന്നത് കറുത്ത മണ്ണാണ്. കറുത്ത മണ്ണ് അല്ലെങ്കിൽ മറ്റൊരു പേര് റിഗർ മണ്ണ് എന്നൊക്കെ പറയും. ചില എക്സാമുകളിൽ റിഗർ മണ്ണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതൊരു എക്സാമിന് കറുത്ത മണ്ണിന്റെ മറ്റൊരു പേരുന്നോ അങ്ങനെ എന്തോ ഒരു വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ റിഗർ മണ്ണായിരുന്നു അതിന്റെ ആൻസർ. അപ്പൊ റിഗർ മണ്ണ് എന്ന് പറഞ്ഞാലും കറുത്ത മണ്ണ് എന്ന് പറഞ്ഞാലും രണ്ടും ഒന്നാണെന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പൊ ഈ കറുത്ത മണ്ണ് എന്ന് പറയുന്നത് ലാർവ തണുത്തുറഞ്ഞുണ്ടായ മണ്ണുകളെയാണ് കറുത്ത മണ്ണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡെക്കാൻ പ്ലാറ്റ്യൂ അല്ലെ ഡെക്കാൻ പീഠഭൂമി ആ ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന മണ്ണ് എന്ന് പറയുന്നത് കറുത്ത മണ്ണാണ്. ഓക്കെ, നർമ്മദാ നദിക്ക് തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് നമ്മുടെ ഡെക്കാൻ പീഠഭൂമി. ഈ പിക്ചർ നിങ്ങൾ നോക്കൂ, നർമ്മദാ നദി കാണുന്നുണ്ടോ? അപ്പൊ ഈ നർമ്മദാ നദിക്ക് തെക്ക് ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡെക്കാൻ പ്ലാറ്റ്യൂ സ്ഥിതി ചെയ്യുന്നത്. ഈ ഡെക്കാൻ പ്ലാറ്റ്യൂവിന്റെ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് ഭാഗത്ത് സത്പുര നിരകളാണ്. സത്പുര നിരകൾ. ആ പിക്ചർ നോക്കൂ, ഡെക്കാൻ പ്ലാറ്റ്യൂവിന്റെ മുകൾ ഭാഗത്ത് അല്ലെ, വടക്ക് ഭാഗത്ത് സത്പുര നിരകളാണ്. തെക്ക് ഭാഗത്ത് കന്യാകുമാരിയാണ് അല്ലെ, കന്യാകുമാരിയാണ്. ഓക്കെ, നെക്സ്റ്റ് വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഒരു 3 കുന്നുകളുടെ പേരാണ് പറയുന്നത്. മൈക്കലാ നിരകൾ, മഹാദേവ കുന്നുകൾ, ഖൈമൂർ കുന്നുകൾ. ഇതിൽ നമുക്ക് മൈക്കലാ കുന്നുകൾ നേരത്തെ പരിചയമുണ്ട് അല്ലെ. മൈക്കലാ കുന്നുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിന്ധ്യ സത്പുര നിരകളെ കണക്ട് ചെയ്യുന്ന നിരകളാണ് മൈക്കലാ നിരകൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു ഭാഗം ഒന്ന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് നോക്കി വെക്കുക. ബാക്കിയിലൊന്ന് വായിച്ച് കേട്ട് പോവാം. മഹാദേവ കുന്നുകൾ, ഖൈമൂർ കുന്നുകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡെക്കാൻ പ്ലാറ്റ്യൂവിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത്. ഓക്കെ, നെക്സ്റ്റ് പടിഞ്ഞാറ് ഭാഗത്ത് ഡെക്കാൻ പ്ലാറ്റ്യൂവിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഹിമാദ്രി, നീലഗിരി, ആനമലൈ, കാർഡമം ഹിൽസ്. അതായത് നമ്മുടെ കേരളത്തിന്റെ ഒക്കെ ഉൾപ്പെടുന്ന ഭാഗങ്ങളിലാണ് നീലഗിരി, ആനമലൈ അല്ലെ, അറിയില്ലേ? ഹിമാദ്രി, നീലഗിരി, ആനമലൈ, കാർഡമം ഹിൽസ്. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾക്കൊരു പരിചയമില്ലാത്ത പേര് എന്ന് പറയുന്നത് കാർഡമം ഹിൽസ് ആയിരിക്കും. അപ്പൊ അത് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഹിമാദ്രി ഉണ്ട്, നീലഗിരി, ആനമലൈ, കാർഡമം ഹിൽസ് എന്നിവയാണ് ഡെക്കാൻ പ്ലാറ്റ്യൂവിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ളത്. ഓക്കെ, എന്തൊക്കെയാ പറഞ്ഞത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ്. കറുത്ത മണ്ണ് അഥവാ റിഗർ മണ്ണ് അല്ലെ, ഇവിടെ ഉണ്ടാകുന്ന മണ്ണിനമാണ്. നർമ്മദാ നദിക്ക് തെക്ക് ആയിട്ട് സ്ഥിതി ചെയ്യുന്നു. വടക്ക് സത്പുര, തെക്ക് കന്യാകുമാരി, വടക്ക് കിഴക്ക് ഭാഗത്ത് മൈക്കലാ നിരകൾ, മഹാദേവ കുന്നുകൾ, ഖൈമൂർ കുന്നുകൾ. ഓക്കെ, പടിഞ്ഞാറ് ഭാഗത്ത് എന്താണ്? സഹ്യാദ്രി ഉണ്ട്, നീലഗിരി ഉണ്ട്, ആനമലൈ, കാർഡമം ഹിൽസ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് ഡെക്കാൻ ട്രാപ്പ് മേഖല. ഡെക്കാൻ ട്രാപ്പ് മേഖല. അപ്പൊ എന്താണ് ഡെക്കാൻ ട്രാപ്പ് മേഖല? നമ്മുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഫലമായിട്ട് പുറത്തു വന്നിട്ടുള്ള ലാവ തണുത്തുറഞ്ഞുണ്ടായ പ്രദേശത്തെയാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല എന്ന് പറയുന്നത്.
ഓക്കെ, എന്താണ് വടക്ക് പടിഞ്ഞാറ് ഭാഗം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഫലമായി പുറത്തു വന്ന ലാവ തണുത്തുറഞ്ഞുണ്ടായിട്ടുള്ള പ്രദേശത്തെയാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല എന്ന് പറയുന്നത്. ഒക്കെ ജസ്റ്റ് ഒന്ന് കേട്ട് പോയാൽ മതി. ഡെക്കാൻ ട്രാപ്പ് മേഖല അല്ലെ, ഡെക്കാൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഡെക്കാൻ പീഠഭൂമിയിൽ ഉൾപ്പെട്ട സ്ഥലമാണെന്ന്. ഓക്കെ, അപ്പൊ ഒന്ന് അത്രമാത്രം ഓർത്തെടുത്താൽ മതി. നെക്സ്റ്റ് എന്താണ് പറയുന്നത്, പരുത്തി കൃഷി, കരിമ്പ് കൃഷി, ഇതിനൊക്കെ ഏറ്റവും ഉത്തമമായ മണ്ണ് എന്ന് പറയുന്നത് കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണാണ് കേട്ടോ. പരുത്തി കൃഷിക്ക്, കരിമ്പ് കൃഷിക്ക്. അപ്പൊ പരുത്തി കൃഷി ഉത്തമമായ മണ്ണ് ഇതിന് ഒരുപാട് പ്രാവശ്യം PSC ചോദിച്ചതാണ് കേട്ടോ. പരുത്തി കൃഷി കറുത്ത മണ്ണ്. ഓക്കെ, കരിമ്പ് കറുത്ത മണ്ണാണ്. ഓക്കെ, നെക്സ്റ്റ് ഡെക്കാൻ പീഠഭൂമിയെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. നമുക്ക് ആ പിക്ചറിൽ കാണാം അല്ലെ, പിക്ചറിൽ കാണാം എന്താണ് പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം. പശ്ചിമഘട്ടം അല്ലെ, പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഘട്ട. പിക്ചറിൽ വെസ്റ്റേൺ ഘട്ടം എന്ന് എഴുതിയതാണ് എന്ത്, പശ്ചിമഘട്ടം. നെക്സ്റ്റ് എന്താണ് ഈസ്റ്റേൺ ഘട്ട്, പൂർവ്വഘട്ടം. ഓക്കെ, അപ്പൊ അതിന്റെ സ്ഥാനം ഒന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കുക, അതിനാണ് പിക്ചർ കൊടുത്തത് കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. നമ്മൾ ആദ്യം പറയുന്നത് പശ്ചിമഘട്ടമാണ്. ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിക്കുക, ഇനി പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കേട്ടോ. ലോകത്തിലെ ജൈവ വൈവിധ്യ പ്രധാനമായ കേന്ദ്രങ്ങളിൽ ഒന്നാണ് പശ്ചിമഘട്ടം. നീളം 1600 കിലോമീറ്റർ. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. അറബിക്കടലിന് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്നു. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. പശ്ചിമഘട്ടത്തിന്റെ തെക്കു ഭാഗത്ത് തെക്കേ അറ്റത്ത് ഉള്ള പർവ്വതനിര എന്ന് പറയുന്നത് എന്താണ്, അഗസ്ത്യാർ മലനിരകളാണ്. അഗസ്ത്യാർ മലനിരകൾ. മഹാരാഷ്ട്ര, കർണാടക, ഇവിടെയൊക്കെ അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്നുള്ള പേരിലാണ്. കേരളത്തിലെ സഹ്യപർവ്വതം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അതായത് ഈ പശ്ചിമഘട്ടത്തിന് ഓരോരോ ഭാഗങ്ങളിൽ, ഓരോരോ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത്. സംഭവം ഒന്ന് തന്നെയാണ്, പക്ഷെ ആൾക്കാർ വ്യത്യസ്ത പേരുകളിലാണ് വിളിക്കുക. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്, ലോകത്തിലെ ജൈവ വൈവിധ്യ പ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. നീളം, ഈ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നീളം എത്രയാണ്, 1600 കിലോമീറ്റർ. 1600 കിലോമീറ്റർ പശ്ചിമഘട്ടത്തിന്റെ നീളമാണ് പറയുന്നത്. ഇവിടെ മുതൽ, ഗുജറാത്ത് മുതൽ നമ്മുടെ തമിഴ്നാട് അല്ലെ, കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അത്ര വരെയുള്ള നീളം എന്ന് പറയുന്നത് 1600 കിലോമീറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്, ഗുജറാത്ത് ഉണ്ട് അല്ലെ, ഗുജറാത്തിലുണ്ട്. മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, കേരളം, തമിഴ്നാട്, ഇങ്ങനെ എത്ര 6 സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് നമ്മുടെ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് തുടർന്ന് പോകുന്ന മലനിരകളാണ് നമ്മുടെ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. അതായത് അവിടെ ഗ്യാപ്പ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം അല്ലെ കൊടുമുടി എന്ന് പറയുന്നത് ആനമുടിയാണ് അല്ലെ. അപ്പൊ ആനമുടി നമ്മൾ ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുണ്ട്. പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് ആനമുടിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പറഞ്ഞത്, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി അല്ലെ. അപ്പൊ ഉപദ്വീപീയ പീഠഭൂമിയിലാണല്ലോ നമ്മുടെ ഡെക്കാൻ പീഠഭൂമി ഉള്ളത്. അപ്പൊ അതിന്റെ തെക്ക് ഭാഗത്ത്, അപ്പൊ അതിന്റെ ഡെക്കാൻ പീഠഭൂമിയുടെ ഒരു ഭാഗമാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെയൊക്കെയുള്ള ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറയുന്നത് ആനമുടി തന്നെയാണ് കേട്ടോ. എന്താണ്, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും വലിയ കൊടുമുടി ആനമുടിയാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നതും ആനമുടി തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്തുള്ള പർവ്വതനിരയാണ് അഗസ്ത്യാർ മലനിരകൾ. അപ്പൊ നമ്മളത് തിരുവനന്തപുരം ആ ഭാഗങ്ങളിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അഗസ്ത്യാർ മലനിരകൾ എന്ന് പറയുന്നത് കേട്ടോ. പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള പർവ്വതനിരയാണ് അഗസ്ത്യാർ മലനിരകൾ. നെക്സ്റ്റ് മഹാരാഷ്ട്രയിലും കർണാടകയിലും അല്ലെ. മഹാരാഷ്ട്ര, കർണാടകയിലും നമ്മുടെ എന്താണ് സഹ്യപർവ്വതം പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്ന പേരിലാണ്. സഹ്യാദ്രി മഹാരാഷ്ട്രയിലും കർണാടകയിലും അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്നുള്ള പേരിലാണ്. കേരളത്തിലാവുമ്പോൾ അത് സഹ്യപർവ്വതം എന്നായി. കേരളത്തിലാവുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്, സഹ്യപർവ്വതം എന്ന് പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ് പറയുന്നത്, പശ്ചിമഘട്ടത്തിന്റെ പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ പേരാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മാധവ് ഗാഡ്ഗിലേക്ക് ഇപ്പൊ ഭയങ്കരമായിട്ട് എന്താണ് നമ്മുടെ വയനാട്ടിലെ ഉരുൾപൊട്ടതിന് ശേഷമൊക്കെ ഭയങ്കരമായിട്ട് വന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കാം. പശ്ചിമഘട്ടത്തിന്റെ പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി.
അപ്പോൾ ഈ മാധവ് ഗാഡ്ഗിൽ കമ്മീഷന്റെ തലവൻ എന്ന് പറയുന്നത് പ്രൊഫസർ മാധവ് ഗാഡ്ഗിലാണ് കേട്ടോ. മാധവ് ഗാഡ്ഗിൽ തന്നെയാണ്, ആ പേരിൽ തന്നെയുണ്ട് അല്ലെ, പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ. ഇത് രൂപീകരിച്ചത് 2009 റിപ്പോർട്ട് സമർപ്പിച്ചത് 2011 രൂപീകരിച്ചത് 2009, അതിനുശേഷം 2 വർഷം അല്ലെ, ആ ഒരു ഡിസ്റ്റൻസ്. 2011 അതിന്റെ റിപ്പോർട്ടും ആക്കി. 2009 എന്ത് രൂപീകരിച്ചു, 10 11 റിപ്പോർട്ടും സമർപ്പിച്ചു. ഓക്കെ, അപ്പൊ ആ വർഷം രണ്ടും ഒന്ന് ഓർത്ത് വെക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതുവരെ ചോദിച്ചതും എനിക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ സാധ്യത അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, പഠിച്ചു വെക്കണം കേട്ടോ. പശ്ചിമഘട്ടത്തിന്റെ പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. ആരാണ് തലവൻ? മാധവ് ഗാഡ്ഗിൽ തന്നെയാണ് തലവൻ. അപ്പൊ അതിനുശേഷം ഈ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നമ്മൾ പറഞ്ഞ 2011 റിപ്പോർട്ട് എന്ത് ചെയ്തു, സമർപ്പിച്ചു. അതിനുശേഷം ഈ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ 12 താലൂക്കുകൾ പൂർണ്ണമായിട്ടും അതുപോലെ 2 താലൂക്കുകൾ ഭാഗികമായിട്ടും പരിസ്ഥിതി ലോല മേഖലയായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. മേഖലയായിട്ട് അവർ വ്യക്തമാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ 12 താലൂക്കുകളും അതുപോലെ പൂർണ്ണമായും 12 താലൂക്കുകൾ പൂർണ്ണമായിട്ടും 2 താലൂക്കുകൾ ഭാഗികമായിട്ടും പരിസ്ഥിതി ലോല പ്രദേശമാണ്, മേഖലയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്താണ് പറഞ്ഞത്? 12 താലൂക്കുകൾ പൂർണ്ണമായിട്ടും 2 താലൂക്കുകൾ ഭാഗികമായിട്ടും പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെട്ടതാണെന്നാണ് പറഞ്ഞത്. ആര്? മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. ഓക്കെ, അത് നെക്സ്റ്റ് എന്താണ് പറയുന്നത്? കസ്തൂരി രംഗൻ കമ്മിറ്റി 2013 റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ തന്നെ നിയോഗിച്ച മറ്റൊരു കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി. അതായത് മാധവ് ഗാഡ്ഗിൽ ഓൾറെഡി മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി രൂപീകരിച്ച റിപ്പോർട്ട് സമർപ്പിച്ചു. അതിനുശേഷം ആ ഒരു റിപ്പോർട്ട്, മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ പേരാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി. ആ കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച ഡേറ്റ് ആണ് എന്ത്? 3/2013. 2013 ഏപ്രിലാണ് 2013 ആലോചിച്ചാൽ മതി. ഓക്കെ, എന്നാൽ കസ്തൂരി രംഗൻ കമ്മിറ്റിക്ക് ശേഷം വന്നതാണ് ഉമ്മൻ വി കമ്മിറ്റി. ഉമ്മൻ വി കമ്മിറ്റി എന്ന് പറയുന്നത് കസ്തൂരി രംഗൻ കമ്മീഷന്റെ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ സംസ്ഥാന ഗവൺമെന്റ്, കേരള സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച ഒരു വ്യക്തിയാണ് ഡോക്ടർ ഉമ്മൻ വി ഉമ്മൻ. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലുള്ള, അദ്ദേഹം ചെയർമാനായിട്ടുള്ള കമ്മിറ്റി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്നതാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം വന്നത് എന്താണ്? മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്. അതിനുശേഷം മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിനെ കുറിച്ച് നോക്കാൻ, അവരുടെ റിപ്പോർട്ടൊക്കെ പരിശോധിക്കാൻ വേണ്ടി കസ്തൂരി രംഗൻ കമ്മിറ്റി വന്നു. അതിനുശേഷം സംസ്ഥാന ഗവൺമെന്റ് രൂപീകരിച്ചതാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി. എന്തിനാണ്? കസ്തൂരി രംഗൻ കമ്മിറ്റിയിലെ റിപ്പോർട്ട് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരള സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു കമ്മിറ്റിയാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി. ഓക്കെ, 3 കമ്മിറ്റിയും ഇമ്പോർട്ടൻ്റ് ആണ്. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി, കസ്തൂരി രംഗൻ കമ്മിറ്റി, ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി. ഓക്കെ, നമുക്കൊന്ന് റിവിഷൻ ചെയ്യാം. ഇവിടെ പശ്ചിമഘട്ടമാണല്ലേ തുടങ്ങിയത്. ലോകത്തിലെ ജൈവ വൈവിധ്യ പ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ ഒന്നാണ്. നീളം 1600 കിലോമീറ്റർ. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, തമിഴ്നാട്, കേരളം ഇവിടെയൊക്കെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അറബിക്കടലിന് സമാന്തരമായിട്ട് അല്ലെ, ഇങ്ങനെ ഒരു വരയാണ് അല്ലെ. അപ്പൊ അറബിക്കടലിന് സമാന്തരമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് ആനമുടിയാണ്. പശ്ചിമഘട്ടത്തിലെ തെക്കേ അറ്റത്ത് ഉള്ള പർവ്വതനിര അഗസ്ത്യാർ മലനിരകളാണ്. മഹാരാഷ്ട്രയിലും കർണാടകയിലും നമ്മളെ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്നാണ്, സഹ്യാദ്രി. അതുപോലെ കേരളത്തിൽ അറിയപ്പെടുന്നത് സഹ്യപർവ്വതം എന്നാണ്, സഹ്യപർവ്വതം. നമ്മൾ ചെറുപ്പത്തിൽ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടാവും, നമ്മൾ സഹ്യപർവ്വതത്തിനെ കുറിച്ചൊക്കെ പാഠങ്ങളിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പശ്ചിമഘട്ടത്തിന്റെ പ്രധാനമായിട്ടുള്ള 3 കമ്മിറ്റികളാണ് പറയുന്നത്. ആദ്യമായിട്ടുണ്ടായ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ ഒരു കമ്മിറ്റിയാണ് ഫസ്റ്റ് കമ്മിറ്റി, മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. 2009 രൂപീകരിച്ചു. റിപ്പോർട്ട് എപ്പോഴാണ്? 2010 കഴിഞ്ഞ് 2011 റിപ്പോർട്ട് സമർപ്പിച്ചു. നെക്സ്റ്റ് കസ്തൂരി രംഗൻ കമ്മിറ്റി വന്നു. നമ്മുടെ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് അതിനെ വിശദീകരിച്ച് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി വന്നത്. അവര് അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് 2013 നെക്സ്റ്റ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി വന്നു. അപ്പൊ ഇവിടെ ഒരു ഒന്നിന്റെ വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മിക്കുക. 2009 നിലവിൽ വന്നു, 2010 പോയി, 2011 റിപ്പോർട്ട് സമർപ്പിച്ചു. നെക്സ്റ്റ്
12/13 രണ്ടാമത്തെ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. അപ്പൊ ആ ഒരു രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടും 9 ഉണ്ട്, 10 ഇല്ല, 11 ഉണ്ട്, 12 ഇല്ല, 13 ഉണ്ട്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് പറയാം പൂർവഘട്ടം. ഓക്കെ ഈ പിക്ചർ നോക്കിയാൽ നമുക്ക് പൂർവഘട്ടം കാണാം അല്ലെ, ഈ ഒരു ഭാഗത്ത് ഈസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയും. ഈസ്റ്റേൺ ഗട്ട്സ് പൂർവഘട്ടം. ബംഗാൾ ഉൾക്കടലിന് BOB എന്ന് പറഞ്ഞാൽ ബേ ഓഫ് ബംഗാൾ എന്ന ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായിട്ടാണ് കാണുന്നത്. നല്ലമല, പളനി, നൽഖോണ്ട എന്നീ മലനിരകൾ ഈ ഒരു ഭാഗത്താണുള്ളത്. ഓക്കെ നെക്സ്റ്റ് മഹേന്ദ്രഗിരി, ഷേവ്റോയി, ജാവതി കുന്നുകൾ എന്നീ കുന്നുകൾ ഈ ഭാഗത്താണുള്ളത് ഈസ്റ്റേൺ ഘട്ടില്. പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നീലഗിരി കുന്നുകൾ. ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മലനിരകൾ കുന്നുകളാണ് നീലഗിരി കുന്നുകൾ. ഓക്കെ ഈ ഭാഗത്ത് പ്രധാനമായിട്ട് ഈ ഒരു പോയിന്റ് പഠിക്കണം കേട്ടോ. എന്താണ് പൂർവ്വഘട്ടമാണ് പറഞ്ഞത്, ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായിട്ടാണ് കാണപ്പെടുന്നത്. നല്ലമല, പളനി, നൽഖോണ്ട മലനിരകൾ എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റേൺ ഘട്ട പൂർവ്വഘട്ടത്തിലാണ്. മഹേന്ദ്രഗിരി, ഷേവ്റോയി, ജാവതി കുന്നുകളൊക്കെ അല്ലെ, ജാവതി. ഓക്കെ അത് എന്താ ഒരു കണക്ഷൻ എടുക്കുക കേട്ടോ. ജാവതി എന്നൊക്കെ പറയുമ്പോൾ അവധി എന്നുള്ള രീതിയിൽ അവധി ഉണ്ടാകുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് സ്വതന്ത്രമാവുന്നൊക്കെ ഒന്ന് ആലോചിക്കും. ആ ഒരു രീതിയിൽ ഒന്ന് ആലോചിച്ച് വയ്ക്കുക കേട്ടോ. ഈ പൂർവ എന്നുള്ളത് ഞാൻ ഇതൊക്കെ കണക്ട് ചെയ്യാൻ എടുത്തിട്ടുള്ളത് പൂർണ്ണചന്ദ്രൻ എന്നുള്ള രീതിയിലാണ് കേട്ടോ. അത് പൂർണ്ണചന്ദ്രൻ എന്നുള്ള വെറുതെ ഞാൻ അങ്ങനെ ആ ഒരു രീതിയിൽ എടുത്തതാ. അപ്പോൾ ഞാനത് കണക്ട് ചെയ്തിട്ട് അത്ര നല്ല കണക്ഷൻ അല്ല, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. പക്ഷെ എന്നാലും പറയാം, ആർക്കെങ്കിലും ഉപകാരമാവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. പൂർവ്വചന്ദ്രൻ ആണല്ലോ, അപ്പൊ പൂർവ്വചന്ദ്രനൊക്കെ നല്ലതാണ്. ഈ പളനിയിലൊക്കെ പോകും, നമ്മൾ പഴനിയില്ലേ, അപ്പൊ പഴനിയിലൊക്കെ ഇങ്ങനെ ആ ഒരു കുഞ്ഞിന്റെ മുകളിലല്ലേ പഴനി അമ്പലം ഉള്ളത്. അപ്പോൾ അവിടെ ഒരു ചന്ദ്രനും കൂടി ഉണ്ട് എന്നുള്ള രീതിയിൽ, ചുമ്മാ പൂർണ്ണചന്ദ്രനും കൂടി ഉണ്ട് എന്നുള്ള രീതിയിൽ ഒന്ന് ആലോചിക്കുക. അപ്പൊ പൂർവ്വ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നൽഖോണ്ട മലനിരകൾ എന്ന് പറയുമ്പോൾ നല്ല പൂർണ്ണചന്ദ്രനാണ്. നല്ല മല അല്ലെ, നല്ല മല, പളനി, നൽഖോണ്ട എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം. പൂർണ്ണചന്ദ്രനുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഞാൻ താഴെ സെയിം ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. പൂർണ്ണചന്ദ്രൻ അല്ലെ, മഹേന്ദ്ര ബാഹുബലിയൊക്കെ ഒരു പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങി നിൽക്കുന്ന വ്യക്തിയാണ്. ഷേവ് റോയ് അല്ലെ, റോയ് എന്ന് പറയുമ്പോൾ ഐശ്വര്യ റോയ് ആണ് എടുത്തത്. അപ്പൊ നമ്മുടെ റോയ് ഫാമിലിയൊക്കെ ഭയങ്കര പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങി നിൽക്കുന്ന ആൾക്കാരാണെന്നൊന്ന് ആലോചിക്കുക. ജാവതി എന്ന് പറയുമ്പോൾ ഞാൻ അവധിയാണ് കേട്ടോ എടുത്തത്, അവധി. അപ്പൊ അവധിക്കൊക്കെ നമ്മൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലേ, പൂർണ്ണമായും നമ്മൾക്ക് പൂർണ്ണ സന്തോഷത്തിലുണ്ടാകുന്ന സ്ഥലമാണ്, സമയമാണ് നമുക്ക് സ്കൂളൊക്കെ അവധിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത്. നല്ല രീതിയിലൊന്ന് കണക്ട് ചെയ്ത് ഈ ഭാഗങ്ങളൊക്കെ കിട്ടുന്നതാണ്. കണക്ഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. നെക്സ്റ്റ് പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നീലഗിരി കുന്നുകളാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, കൃത്യമായിട്ട് പഠിക്കണം. പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഈ പിക്ചർ കണ്ടാൽ മനസ്സിലാവും, ഇതാണ് പശ്ചിമഘട്ടം നമ്മൾ പറഞ്ഞല്ലേ, വെസ്റ്റേൺ ഘട്ട്, ഈസ്റ്റേൺ ഘട്ട്. അപ്പൊ ഈ പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും കണക്ട് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ്, കാണുന്നുണ്ടോ? അപ്പോൾ ഈ ഭാഗത്തുള്ള മലനിരകളാണ് നീലഗിരി കുന്നുകൾ. ഓക്കെ കണക്ട് ചെയ്യുന്നത് നീലഗിരി കുന്നുകളാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ അപ്പൊ ഇന്ന് ഇത്ര പോയിന്റ് മാത്രമേ ഉള്ളൂ, വളരെ ചെറിയൊരു ക്ലാസ് ആണ്, കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ ഞാൻ ഒന്നുകൂടി വായിക്കാം. ഡക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ്. കറുത്ത മണ്ണ് നർമ്മദ നദിക്ക് തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു. വടക്ക് സത്പുരയാണ്, തെക്ക് കന്യാകുമാരിയാണ്, വടക്ക് കിഴക്ക് മൈക്കലാ നിരകൾ, മഹാദേവ് കുന്നുകൾ, ഖൈമൂർ കുന്നുകൾ, പടിഞ്ഞാറ് സഹ്യാദ്രി, നീലഗിരി, ആനമല, കാർഡമം ഹിൽസ് അല്ലെ. അപ്പൊ പിന്നെന്താണ് പറഞ്ഞത്, രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പൂർവ്വഘട്ടവും പശ്ചിമഘട്ടവും പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ് പശ്ചിമഘട്ടത്താണ് ആദ്യം പറഞ്ഞത്. 1600 കിലോമീറ്റർ ആണ് അതിന്റെ നീളം എന്ന് പറയുന്നത്. ഗുജറാത്ത് മുതൽ കേരളം വരെ നീണ്ടു കിടക്കുന്നതാണ്. അറബിക്കടലിന് സമാന്തരമായിട്ടാണ്. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. നെക്സ്റ്റ് എന്താണ്, പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്ത് ഉള്ള പർവ്വതനിര അഗസ്ത്യാർ മലനിരകളാണ്. മഹാരാഷ്ട്രയിലും കർണാടകയിലും സഹ്യാദ്രി എന്നും കേരളത്തിൽ സഹ്യപർവ്വതം എന്നുമാണ് അറിയപ്പെടുന്നത്. പിന്നെ ഇവിടെ ഒരു പോയിന്റ് കൂടി ഉണ്ട്, തോടർ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? തോടർ നീലഗിരി മലയിലെ ആദിവാസ ഗോത്ര വിഭാഗമാണ് തോടർ എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലെ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് നീലഗിരിയാണ് കേട്ടോ. തമിഴ്നാട്ടിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് നീലഗിരി എന്നാണ്. അപ്പോൾ ഈ നീലഗിരി മലയിലെ ആദിവാസി ഗോത്ര വിഭാഗത്തെയാണ് തോടർ എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, തോടർ. ഓക്കെ
ഞാനിപ്പോ ഇത് ആലോചിച്ചിട്ടുള്ളതെന്ന് വിചാരിച്ചാൽ നമ്മുടെ നസ്രിയന്റെ സിനിമയിലെ നസ്രിയും ഗിരിയും എന്താണ് നിവിൻ പോളി ഗിരി ആയിട്ടുള്ള നസ്രിയ ബൈക്കൊക്കെ ഓടിക്കുന്ന ഒരു സിനിമ ഉണ്ടല്ലോ. അപ്പൊ അതില് ഗിരി നമ്മുടെ നിവിൻ പോളിയാണല്ലോ. അപ്പൊ ഗിരീനെ തൊടാൻ എന്നുള്ള രീതിയിൽ ഒന്ന് ചുമന്നാലിരിക്കുക കേട്ടോ. ഗിരീനെ തൊടാൻ എന്നുള്ള രീതിയിൽ നസ്രിയ അവരുടെ വയ്യ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഗിരീനെ തൊടാൻ എന്നുള്ള രീതിയിൽ ഒന്ന് വെറുതെ കണക്ട് ചെയ്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് തോടർ അല്ലെ, തോടർ നീലഗിരിയിലാണെന്നുള്ള രീതിയിൽ മനസ്സിലാക്കും. ഈ ഗോത്രവർഗ്ഗങ്ങൾ പ്രധാനപ്പെട്ട ചില ഗോത്രവർഗ്ഗങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ കോഡാക്കിയത്. ഓക്കെ, അപ്പൊ തോടർ എന്ന് പറയുന്ന ആദിവാസി ഗോത്ര വിഭാഗം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ നീലഗിരി മലയിൽ. നീലഗിരി മല എവിടെയാണ്? പശ്ചിമഘട്ടം. ഓക്കെ, നീലഗിരി തമിഴ്നാട്ടിലാണ് കേട്ടോ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് പൂർവ്വഘട്ടമാണ് ബേ ഓഫ് ബംഗാൾ അല്ലെ, ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായിട്ട് കാണുന്നു നല്ല മല അല്ലെ. നല്ല എന്താ പറഞ്ഞത്, പൂർണ്ണചന്ദ്രനാണ്. പഴനി പൂർണ്ണചന്ദ്രൻ, നല്ല പൂർണ്ണചന്ദ്രൻ, മഹേന്ദ്ര ബാഹുബലി അല്ലെ, ഐശ്വര്യ റോയ് പറഞ്ഞിട്ടുണ്ട്, അവധിക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നല്ല മല, പഴനി, നൽകൊണ്ട മലനിരകൾ, മഹേന്ദ്രഗിരി, ഷേവ് റോയ്, ചാവതി കുന്നുകൾ. അപ്പൊ ഈ പേരൊന്ന് ഓർത്ത് വയ്ക്കുക. പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നീലഗിരി കുന്നാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം ഈ പിക്ചർ ഞാൻ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നദികളും ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വിന്ധ്യ സത്പുര നിരകളും ഡെക്കാൻ ട്രാപ്പ് അല്ലെ, ഡെക്കാൻ പ്ലാറ്റ്യൂവും ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി പറയുന്നുണ്ട്, താർ ഡെസേർട്ട് ഉണ്ട് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം.